ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു ഗ്രാമത്തിലെ കുറച്ച് വിശ്വാസങ്ങളുടെ മുമ്പിലാണ്. ഇതിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അമ്മുമ്മ കാവാണ്. അമ്മുമ്മ കാവ് മാത്രമല്ല, അപ്പൂപ്പൻ കാവുമുണ്ട്. ഈ അമ്മൂമ്മ കാവിൻ്റെ ഫ്രണ്ടിലാണ് ഈ നിൽക്കുന്നത്. ആ ഒരു ചെറിയ ഒരു കൂടാരം പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് അമ്മൂമ്മ കാവ്. അപ്പൂപ്പൻ കാവിൽ പോയവർ അമ്മൂമ്മ കാവിലും കൂടെ പോയവരെന്ന് പ്രാർത്ഥിച്ചാൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള നല്ലൊരു വിശ്വാസമുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രധാനമായി ഇവിടെ വെക്കുന്നത് വെറ്റിലയും പാക്കും ചാരായം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന രീതിയിലാണല്ലേ. മദ്യം, ചാരായം എന്ന് പറയുന്നത് മദ്യം. അപ്പോൾ വെറ്റിലയും പാക്കും ഒക്കെയാണ് പറഞ്ഞല്ലോ നമ്മളെ ഇവിടുത്തെ പ്രധാന വെച്ചെടുത്തത്. അങ്ങനെ ഇവിടെ ഉത്സവമൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തപ്പുറം അവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാക്ക് മറ്റേ തരാനുള്ള സാധനം എന്തോ അവിടെ ഇരിപ്പുണ്ട്. തല്ലാനുള്ള ഒരു സാധനമാണ്, അവരൊരു ആചാരമാണ്. ഇത് വെച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ എടുത്ത് കഴിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ആ വെച്ചുരുക്കി കഴിഞ്ഞിട്ട് കഴിക്കും. ചെറിയൊരു ആൾത്തറ അവിടെ കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ താഴെ കൂടെ പോണ ഒരു അതായത് അരുവിയില്ല, നമ്മളൊരു സാധാ ഒരു റോഡിൻ്റെ സൈഡിൽ കൂടെ പോണ ഒരു വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യം കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ നിൽക്കുന്നത്. നേരെ നമ്മൾ നേരെ വന്നതെന്ന് വെച്ചാൽ അപ്പൂപ്പൻ കാവിൽ ആ ഒരു കാണിക്കാണ് കാണുന്നത്. അതിൻ്റെ അപ്പൂപ്പൻ കാവിൽ ഇതേപോലെ കുറേ ചെറിയ ചെറിയ ചെടികളും ചെറിയ കുത്തിരിച്ച് വരുന്ന ചെറിയ ചാലുകളും കുറേ മരങ്ങളും പാടവും എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ അപ്പൂപ്പൻ കാവ് എന്ന് പറയുന്നത്. ആ കാവിലെ ആ ചാല് കണ്ടപ്പോൾ ആദ്യം ഒരുപാട് സന്തോഷം തോന്നി അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ വൈകുന്നേരം നിന്നപ്പോൾ വളരെയധികം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം നല്ല ഇളം തെന്നലും അതേപോലുള്ള ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പാടം കണ്ടില്ലേ, ഈ പാടം കണക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിന് താഴെ കൂടെ പോകുന്ന ആ പാടം ഇതുമായിട്ട് കണക്റ്റിംഗ് ആണ്, അതായത് ഒറ്റ പാടമായിട്ട് പോകുന്നതാണ്. ഇതിന്റെ സൈഡ് വഴി ഈ വയലിന്റെ സൈഡ് വഴി റോഡുണ്ട്. അതുവഴി നമ്മൾ നേരെ കയറുന്നത് അപ്പൂപ്പൻ കാവിലാണ് നമ്മൾ നേരെ കയറി പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നേരെ ചെന്ന് കയറി പോകുന്ന അമ്മൂമ്മക്കാവ് പോലെയല്ല, അപ്പൂപ്പക്കാവ് കുറച്ചും കൂടെ വലുതാണ്. ഫുള്ള് എന്താണ് ചുറ്റുപതിൽ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയൊരു കെട്ടിടമാണ്. കുഴപ്പമില്ല. അപ്പോൾ നേരെ ഇവിടെ ആദ്യം ഒരു കൊച്ചു ആൽത്തറയാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ അമ്മൂമ്മക്കാവ് കണ്ടാലൊക്കെ ഒരു ചെറിയൊരു ആൽത്തറയായിരുന്നു കെട്ടി. ഇപ്പൊ തന്നെ പുരോഗമിച്ച് അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അവിടെ നല്ല ഉത്സവവും കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വൈകുന്നേരങ്ങളിൽ പൊങ്കാല ഇടാനായിട്ടൊക്കെ ആൾക്കാർ വരാറുണ്ട്. അങ്ങനത്തേക്ക് ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത് വെറ്റിലയും പാക്കും മദ്യവും തന്നെയാണ്. ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്. നല്ല ചരടൊക്കെ അങ്ങനെ എല്ലാ നമ്മുടെ സാധാരണ വിശ്വാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഈ വിളക്കെത്തിയുന്ന സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോഴ് നമ്മൾ വരുന്ന സമയത്ത് അടച്ചിട്ടേക്കണം. നമ്മളിപ്പോ ഏതാണ്ട് 2:30-3 മണിക്കാണ് വരുന്നത്. ഇപ്പൊ അടച്ചിട്ടേക്കാണ്. ഇതിന്റെ ഉൾഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് വരുന്നത്. ഇത്രേ ഉള്ളൂ. ഈ ചെറിയൊരു ഇതാണ് ഒരു ചെറിയൊരു മാടം പോലെയാണ് നിർമ്മിച്ചേക്കുന്നത്. പക്ഷേ ചുറ്റുപാട് നല്ല രസമാണ് കേട്ടോ കാണാനും. ബാക്കിയുള്ള പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഗ്രാമത്തിലെ കുഞ്ഞൊരു വിശ്വാസമാണ്. അതായത് ഈ കാണുന്ന അമ്മൂമ്മക്കാവും അപ്പൂപ്പൻകാവും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളെ ഇത് റിക്വസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു നമുക്കിവിടെ ഒരു അപ്പൂപ്പൻകാവും അമ്മൂമ്മക്കാവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് 2-3 പേരെ റിക്വസ്റ്റ് ചെയ്തോളൂ കേട്ടോ. കാണണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളിതിനെ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ സാധാരണ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അപ്പൂമ്മക്കാവിൽ പറഞ്ഞവർ പൊതുവേ നമ്മൾ അമ്മൂമ്മക്കാവിലും ചെന്ന് വെറ്റിയും പാക്കൊക്കെ വെക്കാറുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ. വിശ്വാസത്തിൽ നമ്മളിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നല്ലൊരു സെറ്റ് വീഡിയോ വരാം. ബൈ.